എടി സീനത്തെ എണീക്കടി. എണീക്ക്. കുറച്ചുകൂടെ ഉറങ്ങട്ടിക്കാ. ഓ ബാക്കി രാത്രി ഉറങ്ങാം. ഉമ്മ വരുന്നുണ്ട് ഏർക്ക്. ഓട്ടോ പിടിച്ച് സ്റ്റാൻഡിലെത്തണം. ഉമ്മയെ കൊണ്ടുവരാനേ നീയാ പോണത്. ഉമ്മ ഇവിടുന്ന് പോയിട്ട് 4 മാസമായിട്ടുള്ളൂ. ഇത്ര പെട്ടെന്ന് വീണ്ടും ഇങ്ങോട്ട് വരാൻ ഇവിടെ എന്താ കല്യാണം ഉണ്ടോ? ആകെ ഒരു ഞായറാഴ്ച ഒഴിവ് കിട്ടുന്നത്. അന്നെങ്കിലും സ്വസ്ഥായിട്ടൊന്ന് ഉറങ്ങാന്ന് വെച്ചപ്പോ അപ്പോഴത്തേക്ക് കെട്ടിയെടുത്തോളൂ. ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിൽ പോയാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. നിങ്ങൾ എന്നെ പോയാ മതി. ഇന്ന് ഭക്ഷണം പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിക്കാന്ന് വിചാരിച്ചതാ. എനിക്ക് വേണ്ട റെസ്റ്റ്. സ്വസ്ഥായിട്ട് ടിവിന് മുന്നിലൊന്നും ഇരിക്കാൻ പോലും സമയം കിട്ടണില്ല. മക്കൾക്കാണെങ്കിൽ പുറത്തുപോയി കൂട്ടുകാരോടൊത്ത് കളിക്കാൻ ആകെ കിട്ടുന്നൊരു ദിവസം അത്. അതും കൊളാക്കിയില്ലേ? ആഴ്ചയിൽ 6 ദിവസം ഓഫീസിലെ ജോലി ചെയ്ത് ക്ഷീണിക്കുന്ന എനിക്ക് ഒരു ഞായറാഴ്ച പോലും സ്വസ്ഥത തരാതെ എന്തിനാ നിങ്ങളുമ്മ എന്നെ എങ്ങനെ ഇട്ട് ദ്രോഹിക്കണത്? എന്റെ പടച്ചോനെ. എന്റെ ഉമ്മേ, അന്റെ ഉമ്മ അടി പോത്ത വരുന്നത്. എന്റെ ഉമ്മയോ? പടച്ചോനെ, എന്റെ ഉമ്മ ഇങ്ങോട്ട് വന്നിട്ട് 2 മാസം കഴിഞ്ഞു. എത്ര ദിവസമായി ഞാൻ വിളിക്കണ്, വരാൻ ഒഴിവില്ലാത്രേ. ഇക്ക 7:30ക്കല്ലേ സ്റ്റാൻഡിലെത്തേണ്ടത്. ഞാൻ വരുമ്പോ മാർക്കറ്റിൽ കേറിയിട്ടേ വരൂ. കുറച്ച് മട്ടനും നല്ല കഷ്ണമീനും വാങ്ങണം. ഏതായാലും ഇന്ന് ഞായറാഴ്ച ഇത് നന്നായി. ഉമ്മയെ നോക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടുമല്ലോ. ഇന്ന് ഉച്ചയ്ക്ക് നമുക്കേ മീൻ ബിരിയാണി ഉണ്ടാക്കാം. ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ അത്. ഏതായാലും ഞായറാഴ്ച ആയതുകൊണ്ട് മക്കൾക്ക് വല്യമ്മയുടെ കൂടെ പാട്ടും കഥയൊക്കെ കേട്ട് കഴിഞ്ഞുകൂടാലോ. ഇക്ക, ഞാനൊന്ന് കുളിച്ചിട്ട് പുറപ്പെടാൻ നോക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വന്നിട്ടുണ്ടാക്കാം. തൽക്കാലിക്കൊരു ചായ ഉണ്ടാക്കി കഴിച്ചോ. പിന്നെ ഞങ്ങള് വരുമ്പോഴേക്ക് മക്കളെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തണേ. ആ കാറുണ്ടായിരുന്നെങ്കിൽ ഉമ്മയെ കൂട്ടാൻ നമുക്ക് ഒരുമിച്ച് പോവായിരുന്നു. ഏതായാലും കാറ് പെട്ടെന്ന് ശരിയാക്കണേ. നമുക്ക് ഉമ്മയും കൂട്ടി വൈകുന്നേരം പുറത്തേക്കൊക്കെ ഒന്ന് പോവാലോ.